ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവുശിവപ്രസാദ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട എല്ലാ വീഡിയോസും എൻ്റെ ഈ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് എൻ്റെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആയിട്ടോ. അത് ഏകദേശം ഏപ്രിലാണ് എൻ്റെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആയത്. ഞാൻ ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 2023 ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ ഫേസ്ബുക്ക് മോണിറ്റൈസ് ആയിട്ട്. അങ്ങനെ ഞാനൊരു പോസ്റ്റ് ഇട്ടതിന് ശേഷം എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ടായി, എങ്ങനെയാണ് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ കിട്ടിയത്, ഡോളറൊക്കെ കിട്ടി തുടങ്ങി കഴിഞ്ഞോ, പേയ്മെന്റ് കിട്ടി തുടങ്ങിയോ, പേ ഔട്ട് അക്കൗണ്ട് ആഡ് ചെയ്തോ, എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത്, എത്ര വ്യൂസ് കിട്ടണം, ക്വാളിറ്റി വ്യൂസ് എന്തൊക്കെയാണ്, റീൽസിനാണെന്നുണ്ടെങ്കിൽ എത്ര വ്യൂസ് കിട്ടണം, ഇത്ര വ്യൂസിന് എത്ര ഫിൽസ് ആണ്, അല്ലെ എത്ര ഡോളറാണ് കിട്ടുക എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് എൻ്റെ മെസ്സഞ്ചറിലും എൻ്റെ ഫേസ്ബുക്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പേഴ്സണൽ മെസ്സേജും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും എനിക്ക് അതിൻ്റെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ മോളൊക്കെ ഉള്ളപ്പോൾ അവളുടെ കാര്യങ്ങൾ, പിന്നെ ഓരോരോ പുതിയ പുതിയ കണ്ടന്റുകൾ തപ്പി ഞാനും എൻ്റെ ഏട്ടനും കൂടി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് എനിക്ക് എപ്പോഴും ടൈം കാണില്ല. അപ്പം മോളെ രാത്രിയിലൊന്ന് ഉറക്കിയൊക്കെ കിടത്തിയിട്ടാണ് ഞാൻ കൂടുതലും വീഡിയോസ് ചെയ്യാറുള്ളത്. അപ്പം എൻ്റെ ഫേസ്ബുക്ക് ജേണിയെ പറ്റി ഞാൻ പറയാം. 2023 ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അതിനു മുമ്പ് എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. 2019 എനിക്ക് ആ ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നത്. ദേവുകുമാർ എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 3-4 വർഷത്തോളം ആ ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ഡോളേഴ്സ് കിട്ടിക്കൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആഡ് ഓൺ റീൽസ് എന്ന് പറഞ്ഞ സംഭവം അന്ന് ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കത് ഉണ്ടോയെന്ന് അറിയില്ല, കാരണം എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ചിലപ്പം വീഡിയോസൊക്കെ അധികം ചെയ്യാറില്ലാത്തതുകൊണ്ട് അതായിരിക്കാം. ഒത്തിരി വീഡിയോ ചെയ്യുന്ന വലിയ പ്രൊഫഷണലായിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്ന കൗണ്ട് ക്രിയേറ്റർമാർക്കൊക്കെ ഉണ്ടാവും അത്. പക്ഷേ എനിക്ക് അതിപ്പോൾ ഇല്ല. പണ്ട് എനിക്കത് ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ പ്രശ്നങ്ങൾ കാരണം എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് എനിക്ക് തുറക്കാൻ പറ്റാത്ത രീതിയിൽ നഷ്ടമായി. അതിനുശേഷമാണ് കേട്ടോ ഞാൻ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുക്കുന്നത്. ഫേസ്ബുക്ക് അക്കൗണ്ട് 2023 എടുത്തു. പക്ഷെ ഞാൻ വലിയ ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. അന്ന് ഈ കണ്ടന്റ് മോണിറ്റൈസേഷന്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയേയില്ല. ഈ സംഭവം എന്താണെന്ന് പോലും എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. പണ്ട് ആഡ് ഓൺ റീൽസ് വഴി ഡോളർ കിട്ടും. എന്റെ വീഡിയോയുടെ അതിനകത്ത് നമുക്ക് യൂട്യൂബ് പോലെ എന്റെ വീഡിയോയ്ക്കകത്ത് ആഡ്സ് വന്നു കഴിഞ്ഞാൽ എനിക്കതിൽ ചെറിയ ഇൻകം, അവരുടെ ഒരു പ്രോഫിറ്റ് ഷെയർ നമുക്ക് കിട്ടുമെന്നുള്ള രീതി മാത്രമേ എനിക്ക് അറിയുണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ കണ്ടന്റ് മോണിറ്റൈസേഷനെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ഇപ്പോഴും നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം 2023 ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്തു. അതിനുശേഷം ഇന്ന് 2026 ഈ 3 വർഷത്തെ ജേർണിയിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ക്രോസ് പോസ്റ്റ് ആയിട്ട് ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു 3 മാസത്തിന് മുമ്പ്, അതായത് ഏപ്രിൽ 23 എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് എൻ്റെ ഫേസ്ബുക്ക് മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞിട്ട്. വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ്റെ അതിൽ കയറി അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് എൻ്റെ പേയ്മെൻറ്റ്സ് കിട്ടിത്തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടാണ് ഫേസ്ബുക്കിലേക്ക് വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഫേസ്ബുക്കിലേക്ക് ഷെയർ ആവും. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇടുന്ന പോസ്റ്റുകളെല്ലാം ഫേസ്ബുക്കിലേക്ക് ഷെയർ ആവും. അങ്ങനെയാണ് റീൽസും ഒക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പാട്ടൊന്നും നോക്കാറില്ല. കാരണം നമ്മൾ ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോസ് ചിലപ്പോൾ കോപ്പിറൈറ്റ്, ആ സോങ്സിൻ്റെ ചിലപ്പോൾ കോപ്പിറൈറ്റ് ഫേസ്ബുക്കിൽ വരാൻ പറ്റും. ഇൻസ്റ്റയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഫേസ്ബുക്കിൽ പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെ അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ടില്ല. വന്നിട്ടുണ്ടാവാൻ ഞാൻ ശ്രദ്ധിച്ചു. നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് കടക്കാം. ഫേസ്ബുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കടമ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് ഡാഷ്ബോർഡ് ഓൺ ആക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ മോഡിലേക്ക് നമ്മൾ നമ്മുടെ അക്കൗണ്ട് ചേഞ്ച് ചെയ്യണം. അതാണ് നമ്മുടെ ഒന്നാമത്തെ കടമ്പ. ആ പ്രൊഫഷണൽ മോഡിലേക്ക് നമ്മുടെ അക്കൗണ്ട് മാറ്റിയതിന് ശേഷം നമുക്ക് അവിടെ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കാണിക്കും. ആ ഓപ്ഷനിലായിരിക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ കൊടുക്കുന്നത്. നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓൺ ആയോ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചെയ്യുന്നത്, നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസ്, കാര്യങ്ങൾ, പേയ്മെൻറ്റ്സ്, നമ്മൾ എത്ര എൻഗേജ്മെന്റ് ഉണ്ട്, എത്ര ആളുകൾ നമ്മളെ വീഡിയോ കണ്ടു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊഫഷണൽ ഡാഷ്ബോർഡിനകത്താണ് കാണിക്കുന്നത്. അതിനകത്ത് ശേഷം നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓൺ ആവുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർസ്, സബ്സ്ക്രിപ്ഷൻ പോലെ 2 ഓപ്ഷനും 2 ടൂളുകൾ നമുക്ക് ഫേസ്ബുക്ക് തരുന്നുണ്ട്. മറ്റുള്ളവർ തരുന്നത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഗിഫ്റ്റുകൾ കിട്ടില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ സ്റ്റാർ, നമ്മുടെ വീഡിയോയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ കൂടെ നമുക്ക് സ്റ്റാർസ് തരാൻ പറ്റും. അത് പേയ്മെന്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അതേപോലെ സബ്സ്ക്രിപ്ഷൻ, നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഓട്ടോമാറ്റിക്കലി, അത് പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ സബ്സ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത്. നമ്മുടെ അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ ഡെയിലി ഓരോ പോസ്റ്റുകളും നമ്മൾ പോസ്റ്റ് ചെയ്യുക. അപ്പം പോസ്റ്റുകൾ മാത്രമല്ല, നമുക്ക്
ഫേസ്ബുക്കിനകത്ത് നമ്മുടെ ഇമേജ് വെച്ച് പോസ്റ്റ് ചെയ്യാം, റീൽസ് ഇടാം, അതേപോലെ തന്നെ ടെസ്റ്റ് പോസ്റ്റുകൾ ഇടാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്കുണ്ട്. ബോണസ് പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ കൂടെ എല്ലാം നമുക്ക് ഫേസ്ബുക്ക് പേയ്മെന്റ് തരുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓൺ ആവുന്നതിന് മുമ്പ് ഇതൊക്കെ കിട്ടാൻ വേണ്ടി കണ്ടന്റ് മോണിറ്റൈസേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം ഒരു 3-4 പോസ്റ്റുകൾ ഇടുക എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാ, രാവിലെ എണീക്കുമ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് ഓൾ എന്നും പറഞ്ഞൊരു ടെസ്റ്റ് പോസ്റ്റ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിന്റെ ഒരു ഫോട്ടോ ഇടുക, അത് പോസ്റ്റ് ചെയ്യുക. അതൊന്നെങ്കിലും വല്ല ഷെയർ ചാറ്റൊന്നും അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളായിരിക്കാം. അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓൺ ആവാൻ ചാൻസുകൾ വളരെ കുറവാണ്. അതിനെക്കാട്ടി നല്ലത് നിങ്ങൾ നിങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള എന്തെങ്കിലും ഒരു ഫോട്ടോയോ കാര്യങ്ങളോ ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലും ഒരു 2 വാക്ക് അതിൽ കുറിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 10 പേര് കണ്ടാലും നിങ്ങൾക്ക് അത് ക്വാളിറ്റി വ്യൂസിൽ ചിലപ്പോൾ പോകും. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ പ്രത്യേകിച്ച് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റും. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ കുക്കിംഗ് വീഡിയോസ് ചെയ്യാം, കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യാം, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മുഖം കാണിക്കാതെ നമുക്ക് വോയിസ് ഓവർ മാത്രം കൊടുത്തിട്ട് വീഡിയോസ് ഒക്കെ വെച്ചിട്ടോ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടോ ഒരു വീഡിയോ ആക്കി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഇതേപോലെ നമ്മൾ ഒരു ദിവസം 2-3-4 പോസ്റ്റുകളോ റീൽസോ ടെസ്റ്റ് കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുക, നമ്മൾ എൻഗേജ് ആയിക്കൊണ്ടിരിക്കുക. അത് മാത്രമല്ല നമ്മുടെ പോസ്റ്റിനടിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കമന്റിന് സ്പോട്ടിൽ റിപ്ലൈ കൊടുത്തു പോവുക. അതാണ് നമുക്ക് ഒരു എൻഗേജ്മെന്റ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പോസ്റ്റിനടിയിൽ വരുന്ന കമന്റ്സിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ പോസ്റ്റിന്റെ അടിയിൽ ഒരു കോൺവെർസേഷൻ നടക്കും. ആ കോൺവെർസേഷനാണ് അവർ നമ്മൾ ക്വാളിറ്റി വ്യൂസ് എന്ന് പറഞ്ഞു തരുന്നത്. അത്രയും ആൾക്കാർ ആ ഒരു സമയം നമ്മുടെ പോസ്റ്റിന് മുമ്പിൽ ഇങ്ങനെ നമ്മുടെ കമന്റിന്റെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അത് അവർ അത്രയും എൻഗേജ്മെന്റ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഫേസ്ബുക്ക് മുതലാളിക്ക് തോന്നും, ഓ ഇവൾ ആപ്റ്റ് ആണല്ലോ, അപ്പൊ ഇവർക്ക് ഞാൻ ഫേസ്ബുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ കൊടുത്തേക്കാന്ന് വിചാരിക്കും. അങ്ങനെ ആയിരിക്കും പലർക്കും ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ഓൺ ആവുന്നത്. ഇങ്ങനെയുള്ള എത്രയും നമ്മൾ എൻഗേജ്മെന്റ് ആവുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മൾ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടുന്നത്. അതേപോലെ തന്നെ എത്രയും ആക്റ്റീവായി ഇരിക്കുന്ന ആൾക്കാർക്കും കിട്ടാത്തവരുണ്ട് ഇപ്പോഴും സ്റ്റിൽ. പക്ഷെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും നമ്മൾ മാവ് പൂക്കും. അപ്പം എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി വ്യൂസ് കിട്ടുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ മാക്സിമം പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ചിലരൊക്കെ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 5-6 പോസ്റ്റ് ഇടും, പിറ്റേ ദിവസം പിന്നെ അനക്കമേ കാണില്ല. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻഗേജ്മെന്റ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യാതെ ഡെയിലി നമ്മൾ ഓരോ പോസ്റ്റ് 1-2 പോസ്റ്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 1 മന്തെങ്കിലും കണ്ടിന്യൂസ് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന എഫേർട്ട് എടുക്കുന്ന എല്ലാവർക്കും കണ്ടന്റ് മോണിറ്റൈസേഷൻ 100% ഓൺ ആവും. അപ്പോൾ അത് നമ്മൾ എത്ര എഫേർട്ട് എടുക്കുന്നു അതനുസരിച്ചായിരിക്കും നമ്മുടെ ഫേസ്ബുക്കിൽ എത്രയും എൻഗേജ്മെന്റ് ആവുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടുന്നത്. സോ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ദിവസം പോസ്റ്റ് ഇട്ടിട്ട് 2ാമത്തെ ദിവസം നമ്മൾ പോസ്റ്റ് ഇട്ടാതെ ചുമ്മാ കുത്തിയിരിക്കരുത്. ഡെയിലി അതിൽ എൻഗേജ് ആവുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. റീലോ പോസ്റ്റോ ടെസ്റ്റോ സ്റ്റോറീസോ നമുക്ക് എങ്ങനെയല്ല, നമുക്ക് ഫേസ്ബുക്കിൽ ഏർണിങ്സ് കിട്ടേണ്ട 3-4 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് വഴി നമുക്ക് കിട്ടും, റീൽസ് വഴി കിട്ടും, ടെസ്റ്റ് വഴി കിട്ടും, സ്റ്റോറി വഴി കിട്ടും, എക്സ്ട്രാ ബോണസ് കിട്ടും. അങ്ങനെ കുറേ പ്രോഗ്രാംസ് നമുക്ക് ഫേസ്ബുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓൺ ആയ ശേഷം നമുക്ക് കിട്ടും. അപ്പം നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓൺ ആവാൻ വേണ്ടി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓൺ ആവുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ വിട്ടുപോകരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യം വിചാരിക്കുമ്പോൾ ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തു, പക്ഷേ എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ വിട്ടേക്കാം, ഡ്രോപ്പ് ചെയ്തേക്കാം എന്ന് ഒരിക്കലും കരുതരുത്. നമ്മൾ ആരാണ് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നത് അവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ബലം കിട്ടുള്ളൂ. സോ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ നമുക്ക് ആക്കിയെടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പം എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ഉടനെ ഓൺ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ അടുത്ത വീഡിയോയിൽ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ കിട്ടാതിരിക്കാനുള്ള ഒരൊറ്റ മെയിൻ കാരണം 1-2 പോയിന്റ്സ് ഞാൻ പറഞ്ഞു തരാം. മറ്റുള്ളവരുടെ പോസ്റ്റുകൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇടുക എന്നുള്ളത്. അതെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് കണ്ടന്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യുക, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ള കാര്യങ്ങൾ ചെയ്യുക, ഫേസ്ബുക്കിൻ്റെ നിയമങ്ങൾക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ അക്കൗണ്ട് നടക്കുക എന്നുള്ളത്. മറ്റുള്ളവരുടെ ഫോട്ടോകൾ നമ്മുടെ അക്കൗണ്ടിൽ കൊണ്ടിട്ടിട്ട് അതിൽ എന്നുവെച്ചാൽ മറ്റുള്ളവരുടെ ഒരു പ്രൈവസി ഉള്ള കാര്യങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ കൊണ്ടിട്ട് അതിനെപ്പറ്റി പോസ്റ്റ് ഉണ്ടാക്കി ചെയ്യുക എന്നുള്ളതൊക്കെ ഫേസ്ബുക്ക് നിയമങ്ങളുടെ വിരുദ്ധമാണ്.
അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കും ചിലപ്പോൾ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ കിട്ടാൻ വൈകും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള സോങ്സ് കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ പാടില്ല. അതുമാത്രമല്ല, എന്തെങ്കിലും വിരുദ്ധമായിട്ടുള്ള എന്ന് വെച്ചാൽ ഫേസ്ബുക്ക് നയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും പോസ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പോസ്റ്റിന് അടിയിൽ കയറി നമ്മൾ കമന്റ് ഇടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് നമുക്ക് ഫേസ്ബുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ട് തന്നെ അടിച്ചു പോകാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് തരുന്ന വീക്കിലി ടാസ്കുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആവുള്ളൂ എന്നൊരു കുറച്ച് പേർക്ക് തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ ഇതുവരെ ഫേസ്ബുക്കിൽ ഒരു ടാസ്ക് പോലും ഞാൻ ചെയ്തിട്ടില്ല. അത് എൻ്റെ പ്രൊഫൈൽ കയറി കാണുന്നവർക്ക് മനസ്സിലാവും. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ എന്നെ കൊണ്ടാവുന്ന പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നല്ലാതെ ഞാൻ എൻ്റെ അതിൽ വരുന്ന എന്തെങ്കിലും ടാസ്കുകൾ ഞാൻ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ അക്കൗണ്ട് നമ്മൾ സേഫായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. മറ്റുള്ളവരുടെ പോസ്റ്റുകൾ മാക്സിമം എടുത്ത് പോസ്റ്റ് ഇരിക്കുക, ക്രോസ് പോസ്റ്റ് ചെയ്യാതിരിക്കുക, മറ്റുള്ളവരുടെ പോസ്റ്റുകൾ അടിച്ചു മാറ്റി കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മുടെ ഫേസ്ബുക്കിൽ കൊണ്ടിടാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഫേസ്ബുക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ കണ്ടന്റ് കൊണ്ടുവന്ന് നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ അനുവദിക്കില്ല. അങ്ങനെ ഇട്ടാൽ പോലും നമുക്കതിന് ക്വാളിറ്റി ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇനിയും എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ ഞാൻ അടുത്ത പാർട്ട് 2 കണ്ടന്റ് മോണിറ്റൈസേഷനിൽ കിട്ടുന്ന ഡോളറിന്റെയും കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.